രാഷ്ട്രീയമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഇതിപ്പോൾ ബാവയെ കാണാനായിട്ട് ഒരുപാട് കാലമായിട്ട് ആഗ്രഹിക്കുന്നു. ഇന്ന് അതിന് സമയം തന്നു, വന്നു, കണ്ടു, തിരിച്ചു പോവുകയാണ്. അല്ലാതെ ഇതിൽ ഒരു രാഷ്ട്രീയവുമില്ല, അതുമായിട്ട് ബന്ധപ്പെടുത്തേണ്ട കാര്യവുമില്ല. അല്ല അല്ല, ഞങ്ങളിപ്പോൾ നമ്മളുടെ എല്ലാ മേലധ്യക്ഷന്മാരെയും പലരെയും നമ്മൾ കാണുന്നില്ല. അതിൻ്റെ ഒരു ഭാഗമായിട്ട് നമ്മൾ ഇതിനു മുമ്പും പല മേലധ്യക്ഷന്മാരെയും കാണുന്നുണ്ട്. അതനുസരിച്ച് കണ്ടു, അത്രയേ ഉള്ളൂ. അല്ല, അങ്ങനെ ഞാൻ പറയില്ല, ഇതിനെ ഒന്നും മതത്തിൻ്റെ വഴിക്ക് പോകണം, രാഷ്ട്രീയത്തിൻ്റെ വഴിക്ക് പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. മതത്തിനെ രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവരാൻ പാടില്ല, അതുപോലെ തന്നെ രാഷ്ട്രീയം മതത്തിലേക്ക് വരാൻ പാടില്ല. അത് വലിയൊരു അപകടമാണത്. അപ്പോൾ ഒരിക്കലും എൻ്റെ രാഷ്ട്രീയ ജീവിതവും രാഷ്ട്രീയ ലക്ഷ്യവും മതപരമായിട്ടുള്ള ഒരിക്കലും അതുമായിട്ട് കൂട്ടിക്കലർത്താൻ ഒരിക്കലും ആഗ്രഹിക്കാത്ത ഒരാളാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ട് ഇതിപ്പോൾ രാഷ്ട്രീയമായിട്ട് യാതൊരു രീതിയിലും ബന്ധമില്ല ഇന്നത്തെ ഈ സന്ദർശനം. ഇപ്പോൾ ഒരു പാർട്ടിയെ സംബന്ധിച്ച് ആ പാർട്ടിയിൽ പ്രവർത്തിക്കാനായിട്ട് ആരാഗ്രഹിച്ചു കഴിഞ്ഞാലും അത് മുതൽക്കൂട്ട് തന്നെയാണ്. അത് ആത്മാർത്ഥമായിട്ട് വിചാരിക്കുന്ന ആർക്കും മുതൽക്കൂട്ട് തന്നെയാണ്. ഈ സോഷ്യൽ മീഡിയ വലിയ വിമർശനം, അദ്ദേഹത്തെ ഓരോ മണിക്കൂറുകളിലും ഓരോ സമയങ്ങളിലും ഓരോരോ നിലപാടുകളും ആണ് അദ്ദേഹം ഈ അഖിൽ മാരാർ പറയുന്നത്. പ്രത്യേകിച്ച് അടുത്ത കാലത്ത് വരെ കോൺഗ്രസിന്റെ സജീവമായ പോസ്റ്റുകളും നേതാക്കളുമായുള്ള ബന്ധങ്ങളും ഒക്കെ പറയുകയും ചെയ്തിരുന്നു. ഇപ്പോൾ NDAയിലേക്ക് 2020 വഴി വരുന്നു. അങ്ങനെയൊക്കെ വരുമ്പോൾ അദ്ദേഹത്തിന്റെ നിലപാടുകൾ വിമർശനം ആരെ പറ്റി ഉണ്ടാകാം, എന്നെ പറ്റി വിമർശനം ഉണ്ടാകാം, പ്രധാനമന്ത്രിയെ പറ്റി ഉണ്ടാകാം, മുഖ്യമന്ത്രിയെ പറ്റി ഉണ്ടാകാം. അതിലെ വസ്തുതകൾ എന്താണെന്നുള്ളതല്ലേ നമ്മൾ പരിശോധിക്കേണ്ടത്. അപ്പോൾ ഒരു വിമർശനം വെച്ചിട്ട് നമ്മൾ ഒരാളെ വിലയിരുത്താൻ പാടില്ല. ഞങ്ങൾ നോക്കുന്നത് ഇപ്പോൾ നമ്മുടെ ലോകത്തിൽ ആരും വിമർശനത്തിന് അതീതമായിട്ട് പ്രവർത്തിക്കുന്നില്ല. നമ്മളുടെ എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ വിമർശനം വരുമ്പോൾ അതനുസരിച്ച് തിരുത്തുക, മുന്നോട്ട് പോകുക എന്നുള്ളതാണത്. മനുഷ്യനാവുമ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാവും. ഞാൻ ആദ്യം മുതലേ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഈ രാഷ്ട്രീയത്തിലേക്ക് വന്നത് മത്സരിക്കാനോ MLA ആവാനോ മന്ത്രിയാകാനോ അല്ല ഞാൻ വന്നത്. ഞാൻ ഈ നാട്ടിൽ കഷ്ടപ്പെടുന്ന, ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന, ദാരിദ്ര്യം കൊണ്ട് കഷ്ടപ്പാട് സഹിക്കുന്ന ആളുകളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ അതിൽ മറ്റു രാഷ്ട്രീയക്കാരെ പോലെ എന്നെ കാണേണ്ട കാര്യമില്ല. ഞാൻ ഒരിക്കലും മത്സരിച്ച് മന്ത്രിയാകുക, അതല്ല എൻ്റെ ഉദ്ദേശം. ഞാൻ പറഞ്ഞല്ലോ, അതിൽ നിന്ന് വ്യക്തമല്ലേ അത്. അല്ല, NDA നേതൃത്വം ആർക്ക് വേണമെങ്കിലും ആവശ്യപ്പെടാം. മത്സരിക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള തീരുമാനമാണത്. ആരെങ്കിലും നിർബന്ധത്തിന് വഴങ്ങി അങ്ങനെ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയല്ല ഞാൻ. അത് ആര് തന്നെയായാലും, ഏത് നിലയിലുള്ള ആളായാലും ഒരു നിർബന്ധത്തിന് വഴങ്ങി അല്ലെങ്കിൽ ഏതെങ്കിലും അവർ എന്നെ ഫോഴ്സ് ചെയ്ത് ഒരിക്കലും ഒരു സ്ഥലത്തും കൊണ്ടുപോകാൻ പറ്റില്ല. എനിക്ക് എൻ്റേതായിട്ടുള്ള നിലപാടുകളുണ്ട്, അതനുസരിച്ച് മാത്രമേ ഞാൻ മുന്നോട്ട് പോകും. ഇവിടെ ലോകത്തിന്റെ ഏത് ഭാഗത്തെടുത്തു കഴിഞ്ഞാലും ന്യൂനപക്ഷങ്ങൾക്കെതിരെ എല്ലാ രാജ്യങ്ങളിലും അക്രമങ്ങൾ നടക്കുന്നുണ്ട്. ബംഗ്ലാദേശിൽ എന്താ നടക്കുന്നത്? ഒരു ഹിന്ദു യുവാവിനെ മുറിക്കകത്ത് ഷട്ടർ ഇട്ടിട്ട് ജീവനോടെ കത്തിക്കുകയാണ് ചെയ്തത്. ഇവിടെ നൈജീരിയയിൽ എന്താ സംഭവിക്കുന്നത്? 100-130ഓളം ക്രിസ്ത്യാനികളെ തട്ടിക്കൊണ്ടുപോയി. ആരെന്ത് നടപടിയെടുത്തു? സിറിയയിൽ എന്താണ് സംഭവിക്കുന്നത്? അപ്പോൾ ഇതെല്ലാം എല്ലായിടത്തും നടക്കുന്നുണ്ട്. ഞങ്ങൾ നോക്കുന്നത് കേരളത്തിലിപ്പോൾ അങ്ങനെയുള്ള ഒരു സാമുദായിക തർക്കങ്ങളില്ല. പക്ഷേ ഞങ്ങൾ ഈ ന്യൂനപക്ഷങ്ങളിൽ തന്നെ മാക്രോ ന്യൂനപക്ഷമുണ്ട്. അപ്പോൾ അതിലൊരു വിഭാഗമാണ് കേരളത്തിനെ സംബന്ധിച്ച് ക്രിസ്ത്യാനികൾ. അവിടെ അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കാനായിട്ടുള്ള നിയമ നടപടികൾ ഉണ്ടാക്കാനായിട്ടാണ് എൻ്റെ ഒരു ശ്രമം. കാരണം ഈ ന്യൂനപക്ഷങ്ങൾക്ക് മൊത്തമായിട്ട് ഉള്ള അവകാശങ്ങൾ വരുമ്പോൾ ചില പ്രത്യേക വിഭാഗങ്ങൾക്ക് മാത്രമായിട്ടത് പോവുകയാണ്. അതുകൊണ്ട് മാക്രോ ന്യൂനപക്ഷം, ക്രിസ്ത്യാനികളടക്കം ബുദ്ധന്മാരടക്കമുള്ള അവർക്ക് അതിൻ്റെ ആനുപാതികമായിട്ടുള്ള അവകാശങ്ങൾ കിട്ടണം.
അപ്പോൾ അതിന് നിയമനിർമ്മാണം വഴി അത് മാറ്റേണ്ടതായിട്ടുണ്ട്. അതാണ് ഞങ്ങൾ ശ്രമിക്കുന്നത്. ഞങ്ങൾ പോസിറ്റീവായിട്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളെ ചിന്തിക്കുന്നത്, അല്ലാതെ മതസ്പർദ്ധയുണ്ടാക്കി ഇവിടെ കലാപം ഉണ്ടാക്കുക എന്നുള്ളതല്ല ഞങ്ങളുടെ ലക്ഷ്യം. താങ്കൾ അങ്ങനെ പറയുമ്പോഴും ഇപ്പം കേരളത്തിൽ പൊതുവെ വർഗീയ പ്രശ്നങ്ങളൊന്നും സ്ഥലമാണെന്ന് പറയുമ്പോഴും ഇപ്പോൾ കേരള സ്റ്റോറിയുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങൾ വരികയാണ്. അതിനകത്ത് കേരളത്തെ ഇകഴ്ത്തി കാണിക്കാൻ വേണ്ടിയുള്ള പരാമർശം ഉണ്ടാകുമെന്ന് പറയുന്നത് അതിനെങ്ങനെയാണ്? ഇതിലിപ്പോൾ ഒരു സിനിമാ മേഖല, ഒരു സിനിമ എന്ന് പറയുമ്പോൾ അത് പല രീതിയിൽ, ഓരോ സിനിമകളും പല രീതിയിൽ പല വിഭാഗങ്ങളെ സാമൂഹ്യപരമായിട്ടും മതപരമായിട്ടും ഒക്കെ ആക്ഷേപിക്കുന്നതും അല്ലെങ്കിൽ നല്ല രീതിയിൽ കാണിക്കുന്ന ഒക്കെ സിനിമകളുണ്ട്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ആളുകൾക്കത് കാണുക. കാരണം ഒരു സിനിമ നിർമ്മിക്കുക എന്നുള്ളത് ഭരണഘടന അനുസരിച്ച് അവർക്കുള്ള അവകാശമാണത്. അത് നിയമവിരുദ്ധമാണെന്നുണ്ടെങ്കിൽ അതിനെ നിയന്ത്രിക്കാനായിട്ട് ഇവിടെ സെൻസർ ബോർഡുകളും നിയമങ്ങളുമുണ്ട്. അപ്പോൾ അവർ നിയന്ത്രിക്കണം, അത് സ്റ്റോപ്പ് ചെയ്യണം. ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഞാൻ കണ്ടിട്ടില്ല സിനിമ, ഞാൻ അതിൻ്റെ സ്റ്റോറിയും അറിയില്ല. പറഞ്ഞു കേട്ടതും വായിച്ചു കേട്ടതും മാത്രമേ എനിക്കറിയൂ. ഞാൻ പറയുന്നത് ഏതൊരു കാര്യത്തിനും, ഇപ്പം നിങ്ങൾ എന്നെ കാണണമെന്ന് ആഗ്രഹിച്ചു, നിങ്ങൾ വന്നു. ഞാൻ നിങ്ങളെ കാണണം എന്ന് വിചാരിച്ചല്ല, നിങ്ങൾ വന്നു, ഞാൻ പറഞ്ഞു. അതല്ലാതെ ഒരു സിനിമയുടെ കാര്യത്തിൽ സംബന്ധിച്ച് അത് ഇഷ്ടമുള്ള ആളുകൾക്ക് കാണുക, അത് അവരുടെ അവകാശമാണത്. അതിന് നമ്മൾ നിയന്ത്രിക്കേണ്ട കാര്യമില്ല. ഇനി കാണണ്ട എന്ന് വിചാരിക്കുന്ന ആളുകൾ കാണണ്ട, അതിനകത്ത് പ്രതിഷേധിക്കുന്നവർ പ്രതിഷേധിക്കട്ടെ, അത് അവരുടെ അവകാശമാണത്. നമ്മളെന്തിനാ ഇങ്ങനെയുള്ള കാര്യങ്ങൾ? ഞങ്ങൾ മുന്നോട്ട് നോക്കുന്നത് വികസനമാണത്. ഒരു വികസനക്ഷേമ രാഷ്ട്രം കെട്ടിപ്പടുത്തുക, ജനങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുക, ഇവിടുത്തെ ദാരിദ്ര്യമില്ലാതെയാക്കുക, ഈ നാടിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കുക. അല്ലാതെ വിവാദങ്ങൾ കൊണ്ടുവന്ന് ഈ നമ്മൾ ഡയറക്ഷൻ മാറിപ്പോകരുത്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് യഥാർത്ഥ വികസനം ഇല്ലാതെയാകുകയും ഇവിടുത്തെ യഥാർത്ഥ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാതിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ കോൺട്രവേഴ്സിട്ടോ വിവാദങ്ങൾക്കോ ഞാൻ നിന്നു കൊടുക്കാറില്ല. എൻ്റെ ഫോക്കസ് എന്ന് പറയുന്നത് ഈ കേരളത്തിൻ്റെ വികസനം ഉറപ്പാക്കുക, ഈ നാടിൻ്റെ പ്രശ്നം പരിഹരിക്കുക.